ശ്രീനാരായണ ഗുരുദേവന്റെ 170ാമത് ജയന്തി ആഘോഷം ജില്ലയിലെ വിവിധയിടങ്ങളിൽ നടന്നു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കി ലളിതമായാണ് ജയന്തി ദിനം ആഘോഷിച്ചത്. SNDP ശാഖാ കേന്ദ്രങ്ങളിൽ രാവിലെ ഗുരുപൂജയോടെ ആരംഭിച്ച ചടങ്ങുകൾ ഗുരുപുഷ്പാഞ്ജലി, സമൂഹ പ്രാർത്ഥന, ജയന്തി സമ്മേളനം, ഘോഷയാത്ര, സമൂഹ സദ്യ എന്നിവയോടെ സമാപിച്ചു. ശ്രീനാരായണ ഗുരുദേവന്റെ 170ാമത് ജയന്തി ആഘോഷം ജില്ലയിലെ വിവിധയിടങ്ങളിൽ നടന്നു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കി ലളിതമായാണ് ജയന്തി ദിനം ആഘോഷിച്ചത്. നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ നാരായണമൂർത്തേ പരമാചാര്യ 1147 നമ്പർ അടിമാലി SNDP ശാഖായോഗത്തിലെ എല്ലാ കുടുംബയോഗങ്ങളുടെയും യൂത്ത് മൂവ്മെന്റ്, വനിതാ സംഘം, ബാലജനയോഗം എന്നീ പോഷക സംഘടനകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ജയന്തിദിന ആഘോഷം സംഘടിപ്പിച്ചത്. രാവിലെ 6:30 മഹാഗണപതി ഹോമം, തുടർന്ന് 9 മഹാഗുരുപൂജ, 9:30 ശാഖാ പ്രസിഡന്റ് ദേവരാജൻ ചെമ്പോത്തിങ്കൽ പതാക ഉയർത്തിയതോടെ ജയന്തിദിന ആഘോഷത്തിന് തുടക്കമായി. തുടർന്ന് 10 മണിക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വർണ്ണശബളമായ ചതയദിന ഘോഷയാത്ര ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് ഘോഷയാത്ര അടിമാലി ടൗൺ ചുറ്റി തിരികെ ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് ഗുരുമണ്ഡപത്തിൽ സമൂഹ പ്രാർത്ഥനയും തുടർന്ന് ചതയസദ്യയും ഒരുക്കി. ഭരണസമിതി പ്രസിഡന്റ് CK ദേവരാജൻ ചെമ്പോത്തിങ്കൽ, വൈസ് പ്രസിഡന്റ് S കിഷോർ ഇളവത്തൊട്ടിയിൽ, സെക്രട്ടറി TP അശോകൻ തെള്ളിപ്പടവിൽ എന്നിവർ നേതൃത്വം നൽകി. 1308 നമ്പർ 1000 ഏക്കർ SNDP യോഗം ശാഖായോഗത്തിന്റെയും കുടുംബ യൂണിറ്റുകൾ, വനിതാ സംഘം, യൂത്ത് മൂവ്മെന്റ്, കുമാരി കുമാര സംഘം എന്നിവരുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് 1000 ഏക്കറിൽ ചതയദിനാഘോഷം സംഘടിപ്പിച്ചത്. ഭരണസമിതി പ്രസിഡന്റ് KP വിജയൻ പതാക ഉയർത്തിയതോടെ ചതയദിനാഘോഷങ്ങൾക്ക് തുടക്കമായി. തുടർന്ന് 9:30 മഹാഗുരുപൂജ, സമൂഹ പ്രാർത്ഥന, തുടർന്ന് ചതയദിന ഘോഷയാത്രയും സംഘടിപ്പിച്ചു. ക്ഷേത്രാങ്കണത്തിൽ നിന്നും ആരംഭിച്ച് 1000 ഏക്കറിലെത്തി തിരികെ കൂമ്പമ്പാറ സാംബവ ക്ഷേത്രത്തിന് സമീപം എത്തി തിരികെ ഗുരുമന്ദിരത്തിൽ ചതയദിന ഘോഷയാത്ര എത്തിച്ചേർന്നു. തുടർന്ന് ശാഖ ഓഡിറ്റോറിയത്തിൽ വെച്ച് SSLC, +2 പരീക്ഷകളിൽ ഫുൾ A+ കരസ്ഥമാക്കിയ കുട്ടികൾക്കും മറ്റുന്നത പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുമുള്ള അവാർഡ് ദാനവും നടന്നു. തുടർന്ന് പിറന്നാൾ സദ്യയും വിളമ്പി. ഭരണസമിതി പ്രസിഡന്റ് KP വിജയൻ, വൈസ് പ്രസിഡന്റ് PN മോഹനൻ, സെക്രട്ടറി KG മാധവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ശ്രീനാരായണ ഗുരുദേവന്റെ 170ാമത് ജയന്തി ആഘോഷം SNDP ഇടുക്കി യൂണിയൻ ആസ്ഥാനത്ത് നടന്നു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കിയാണ് യൂണിയന് കീഴിലുള്ള 19 ശാഖാ കേന്ദ്രങ്ങളിൽ ജയന്തി ദിനം ആഘോഷിച്ചത്. ശാഖാ കേന്ദ്രങ്ങളിൽ രാവിലെ ഗുരുപൂജയോടെ ആരംഭിച്ച ചടങ്ങുകൾ ഗുരുപുഷ്പാഞ്ജലി, സമൂഹ പ്രാർത്ഥന, ജയന്തി സമ്മേളനം, സമൂഹ സദ്യ എന്നിവയോടെ സമാപിച്ചു. ഇടുക്കി യൂണിയൻ ആസ്ഥാനത്ത് യൂണിയൻ പ്രസിഡന്റ് P രാജൻ പതാക ഉയർത്തി ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. SNDP ഇടുക്കി യൂണിയൻ പ്രസിഡന്റ് സുരേഷ് കോട്ടയ്ക്കകത്ത് ജയന്തി സന്ദേശം നൽകി. ശ്രീനാരായണ ഗുരുദേവന്റെ 170ാമത് ജയന്തി ആഘോഷങ്ങൾ ലോകമെമ്പാടും നടക്കുകയും മാനവരാശിയുടെ നന്മ ലോകത്തിന് ദിവ്യമായ ചൈതന്യവും ശ്രേയസ്സും പകർന്ന മനുഷ്യകുലത്തിൻ്റെ നന്മയ്ക്കായി തൻ്റെ ആയുസ്സും വൗസ്സും ആത്മതപസ്സും ബലിയർപ്പിച്ച ഗുരുവിൻ്റെ സ്മരണകൾ ലോകത്തിന് നന്മയും കാലത്തിന് വിളിച്ചു. പരിപാടികൾക്ക് യൂണിയൻ കൗൺസിലർ മനേഷ് കുടിക്കകത്ത്, യൂത്ത് മൂവ്മെന്റ് യൂണിയൻ സെക്രട്ടറി ജോമോൻ കണിയങ്കുടി, വനിതാ സംഘം പ്രസിഡന്റ് പ്രീത ബിജു, അഖിൽ സാബു പാടയ്ക്കൻ, ജലജ ബാബു എന്നിവർ നേതൃത്വം നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ, അടിമാലി.